പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘകാലം ദേവാലയത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവത്തെ സേവിച്ച ഹന്ന എന്ന പ്രവാചികയെ നാം കാണുന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതകളിലും പ്രത്യാശ കൈവിടാതെ ഇസ്രായേലിൻ്റെ വിമോചനത്തിനായി കാത്തിരുന്ന ആ സ്ത്രീക്ക് ശിശുവായ ഈശോയെ തിരിച്ചറിയുവാനും അവിടത്തേക്ക് സാക്ഷ്യം നൽകാനും സാധിച്ചു. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവപിതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതികൾ വെളിപ്പെടുമെന്ന വലിയ സത്യമാണ് ഹന്ന എന്ന പ്രവാചിക നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്ഷമയും നിരന്തരമായ പ്രാർത്ഥനയും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിൻ്റെ 2-ാം വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ നമ്മെ തന്നെ നമുക്കൊരുക്കാം, പൂർണ്ണമായി വിശുദ്ധമായി. ഹന്നയെപ്പോലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്ന് തിരുസഭയുടെ കൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മീയ ഉണർവ് നേടാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം വീണ്ടും ഒരവസരം നൽകിക്കൊണ്ട് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് മടങ്ങുന്നത് വഴി മാത്രമേ നമുക്ക് ആത്മീയ വിമോചനം സാധ്യമാകൂ എന്ന് തിരിച്ചറിയാം. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിനായി, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിനായി കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. കാരണം യോഹന്നാൻ 8:12 പറയുന്ന പോലെ ക്രിസ്തു മാത്രമാണ് വെളിച്ചം. ബാക്കിയുള്ളതൊക്കെ മിന്നി നിൽക്കുന്ന താൽക്കാലിക വെളിച്ചങ്ങൾ മാത്രം. അത് ഒരുപക്ഷെ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാവും, എന്നാൽ അതിൽ സ്ഥിരതയുണ്ടാവില്ല. അതിനാൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അവിടുന്ന് നമുക്ക് നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് നമുക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം.